ബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താനാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപികളായ ഞങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച പരിഹാരബലിയിൽ യോഗ്യതയോടെ പങ്കുചേരാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യോനാ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ തിരുഹിതമറിഞ്ഞ നിനിവേ നിവാസികൾ പ്രാർത്ഥനയും ഉപവാസവും വഴി പാപപരിഹാരം ചെയ്ത് അങ്ങയുടെ കാരുണ്യത്തിന് അർഹരായല്ലോ. അനുതാപ ചൈതന്യത്തോടെ ഈ പരിഹാര രഹസ്യങ്ങൾ അനുഷ്ഠിക്കാനും പാപമോചനം നേടാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരൻ സ്തുതിനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ നരനൊരുവനിലോ ശരണം
നല്ലതും തേടാൻ തുനിയരുതേ. നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പഴയ നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ ന്യായാസനത്തിൻ്റെയും ഉന്നതമായ ത്രോണോസിൻ്റെയും അലങ്കൃതവും സ്തുത്രവുമായ സിംഹാസനത്തിൻ്റെയും മുൻപാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോപയന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. സ്ലീവാ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ. കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. സ്ലീവാ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ. കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതി എന്നെന്നും. രക്ഷകനാം മിശിഹായേ, കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ. നിൻ മഹിമയ്ക്കായി അർപ്പിതമാ ദേവാലയമതിലങ്ങേ കാരുണ്യം ചൊരിയണമേ. സുസ്ഥിരമാക്കണമിതിൽ നിൻ ബലിപീഠം തിരുമേയും. നിളവുമിതിൽ പരികർമ്മം
ചെയ്യുന്നു ആഘോഷമോടെ. ആദിമുതൽക്കേ എന്നേക്കും ആമേനാമേൻ. ചോദിപ്പോർക്കു ലഭിക്കും, തേടുന്നോർ കണ്ടെത്തും. കരുണയുടേവം ദാസരോടരുൾ ചെയ്ത കർത്താവേ, ജീവിതവീഥികളിൽ നിൻ തിരുവിഷ്ടം നിറവേറ്റാം. ആവശ്യകമാം കഴിവും തുണയും ഇവർ യാചിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിനെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. സിയോനിൽ കാഹളമൊഴുക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശദീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? കർത്താവിൻ്റെ കാരുണ്യം അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി ഐശ്വര്യവാക്കുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി ഞാൻ നിങ്ങളെ പരിഹാസപാത്രമാക്കുകയില്ല. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച്
യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിടുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മെയ്യുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിശുദ്ധമാം ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിശുദ്ധമാകും ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിശുദ്ധമാകും ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ പരിശുദ്ധമാകും ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഇരിക്കാം. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തൻ്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ. പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ദൈവിക രാജ്യം നേടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേരിൽ. ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ ദൈവിക രാജ്യം കാതിൽ. ശാശ്വത ഭാഗ്യം നിറയും വഴികൾ വെളിവാക്കുന്നു. നിഴലാം നിയമം വേട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്രീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശാവോലിനയ നാഥൻ പരിചിൽ നേടി. തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാം. ശാവോലെന്നാൾ യൂദൻ നിയമം ചാർത്തും തിരശീലകളാലന്തൻ. മിശിഹ അവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. സഭകൾക്കായി പത്രോസ് എഴുതിയ കത്താൽ നമ്മയുമിപ്പോൾ മോദാൻ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലേഖ എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. ശിഹാദൻ്റെ വിശുദ്ധ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തൻ്റെ കൃപാതിരേകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ മിശിഹായുടെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടില്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്.
വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിക്ഷിപ്തമായ വിഗ്രഹ ആരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആതിഥ്യമര്യാദ പാലിക്കുവിൻ. ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഈശോ മിശിഹായിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപമായ മിശിഹായെ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളറിഞ്ഞ ബുദ്ധിയെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്തതിനൊക്കെ ഞങ്ങളെപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് അയച്ച ആനന്ദഗാനത്തിന് എന്നേക്ക് സ്തുതി. ആമേൻ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുല രക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസുസിൽ നാഥാജനരതി ഈ ഗ്രന്ഥം ധ്യാനിക്കൂനിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസുസിൽ നാഥാജനതീ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ എഫേസോസിൽ നാഥാജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂനിൻ മഹിമകളെ മണ്ണിൽ വാഴ്ത്തി നമിക്കുന്നു, മണ്ണിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂമി. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൻ വചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സ്വർഗം പോകാൻ പോരും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമെന്ന് രാജ്യം നേടാം. മൃദരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ശീലിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. പ്രഭവിതറിയിടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം പാരി. വിധിയാളനെ വചനം സുതര വെളിവാക്കുന്നു. ജനതയെല്ലാം ചേരിൽ രക്ഷിതരായി നാഥൻ വഴിയായി ഭൂവിൽ. പാപം നിയതം മോചിപ്പവനി നാഥൻ മാത്രം. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാദം ഭാഗ്യവും ഉയരും കരുണയും ഉലകിൽ തൂകും. ശരണവും അനിശം കൃപയുമിതേകും
ഭജനുമോദാ വിശ്വാസികളോ ഭാഗ്യം നിയതം ചൂടും അവരൊരു നാളിൽ മൃതരായാലും ജീവൻ നേടും. ആശ്രിതരേയാനാഥൻ കൈവെടിയില്ല കാത്തരുളിടും നിത്യം ആവാംഗിതരായി അവരിലൊരാളും മൃതിയടയില്ല. മാനവനായി തിരുവവതാരം ചെയ്തു കന്യകയിൽ നിന്നവനൊരു നാളിൽ ജാതനുമായി. രോഗം സദയം നീക്കി മൃതരിൽ ജീവൻ പുനരവനീകി മോദാൽ തിരുദ്ധാനം ചെയ്തൊരു നാഥൻ സ്വർഗം ഭൂമി. റൂഹായിയാനാഥൻ ശിഷ്യർക്കേകി ശിക്ഷണമേകി ചേരിൽ ശിക്ഷണമേകാൻ സദയമയച്ചു ദിശകളിലെല്ലാം. സുവിശേഷകനാം ലൂക്കാ അനുഭവമധുര വിവരിക്കുന്നു കേൾക്കാൻ ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊഴുക്കിടട്ടെ. യുദ്ധമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലിൽ നാവിപ്പോ. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. ഈശോ അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ടവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവളൊരു പാപിനിയാണല്ലോ. ഈശോ അവനോട് പറഞ്ഞു, ശമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താലും എന്നവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തു അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം ഈശോ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചതു മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ പോലും ക്ഷമിക്കുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് യാചിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോനയുടെ ആഹ്വാനം സ്വീകരിച്ച് അനുതാപപൂർവ്വം ഉപവസിക്കുകയും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്ത നിരവധി വികാസികളെ പോലെ അനുതാപത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവുനാഥനുമായ ദൈവമേ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലർക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിച്ച മിശിഹായി ലോകം മുഴുവനും വേണ്ടി അപേക്ഷകളും യാചനകളും സമർപ്പിക്കാനും സൽപ്രവർത്തികളിലൂടെ സമ്പന്നരാകാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിന്റെ ബലവുസ്തയമിഷയായി ഞങ്ങൾ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സൗന്ദര്യ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ തിരുപ്പതാധ്യക്ഷനായ മാർ യോസേ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ യോസേ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന
പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന മിശിഹായെ, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവച്ചും മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകരാകാനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവപ്പിനെ തവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷാംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ ഇളയാൾത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ പ്രാർത്ഥനയോടെ ക്ഷണിക്കൂ സ്വർഗത്തിൽ നിന്നുമിതാ റൂഹ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും കൂടാരത്തിൽ ചെന്നെത്തിടാം അവനെ വണങ്ങിടാം.
മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണീ യാഗത്തിൽ തൻ ശോണിതവും. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നെന്നും. പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാകന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. ആദിമുതൽക്കേ എന്നേക്കും ആമേൻ ആമേൻ. പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാവന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണീ യാഗത്തിൽ തൻ ശോണിതവും. എന്നും എന്നും എന്നേക്കും കർത്താവാം മിശിഹായേ. നിൻ കാരുണ്യമതിൻ വലതുകരം നീട്ടണമേ. നിന്നജഗണമാമിവരിൽ ആശിസുകൾ ഏകീടാൻ. നിൻ കാരുണ്യമനന്തം കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു നാളും ഏൽപ്പിക്കരുതേ. കരുണാമയനാം കർത്താവേ ശിഷ്യഗണത്തിനു നൽകിയതാം വാഗ്ദാനം നീ കരുണയോടെ ഞങ്ങൾക്കും നൽകിയിടണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെയെന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്നേഹരോടൊത്തു വസിച്ചതുപോ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ.
കണ്ടാലും ഞാൻ എന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്നേഹരോടൊത്തു വസിച്ചതുപോ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപ എന്നും ചിന്തണമേ. കണ്ടാലും ഞാൻ എന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്നേഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപ എന്നും ചിന്തണമേ. നിൻ തിരുനാമം വാഴ്ത്തിടാൻ നന്ദി പറഞ്ഞു നമിച്ചിടാൻ ദുഷ്ടനെ ദൂരെ അകറ്റണമേ. ശാന്തിതമാം ദിനമേകണമേ. സകലത്തിൻ്റെ ഈ നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കട്ടെ. സകലത്തിൻ്റെ ഈ നാഥനായ ദൈവം തൻ്റെ കൃപാതിരേകത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായി. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിളവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോൽ ആത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ
ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിന്ന സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തതാതനാം ഏകദൈവമേ വിശ്വസിപ്പുമർത്തിനാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായി അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർദിഹേ കന്യകാത്മജൻ പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവീ മന്നിലുത്തിതൻ മഹത്വപൂർണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ
വലതുഭാഗമാർന്നു വാഴ്ന്നു മഹിതകാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമാ സകലരും ശ്രമിക്കും അന്ത്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ ശ്ലൈഹിക പ്രഭാവമാർന്നു സാഹചര്യം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയിർപ്പും നിത്യജീവനും ഏറ്റു ചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാം ഏകദൈവമേ വിശ്വസിപ്പു മധ്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസസ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസനം മരിച്ച് ഇളവൊന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകരെയും സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ മുടിച്ചോടിക്കുന്ന ദൈവം അവരോട് കൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിലാലും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. വിശേഷ കൃപയാൽ ഈ ബന്ധം നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാനേൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും അകന്നുപോയവരെ അടുപ്പിക്കുകയും വഴിതെറ്റിയവരെ സത്യത്തിൻ്റെ അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ബലഹീനനായ എന്നെ നിൻ്റെ കൃപയാൽ വിളിച്ച് കാരുണ്യത്താൽ നിൻ്റെ പക്കലേക്ക് ആനയിക്കുകയും നിൻ്റെ ശ്രേഷ്ഠ ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ സവിശേഷ അംഗമായി നിയമിക്കുകയും ബലിയർപ്പിക്കാൻ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായിക്ക് സംപ്രീതനായി സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിച്ച് അനുരഞ്ജിപ്പിക്കാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമായ സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി അങ്ങയുടെ മുമ്പാകെ ഞാൻ അർപ്പിക്കട്ടെ. സത്യത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങേക്കും അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹായ്ക്കും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മരണം മൂലം ഈ ലോകത്തിൽ വേർപെട്ടു പോയ പാത്രാർക്കീസുമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റു ജീവിതാംശങ്ങളിൽപ്പെട്ട പരേതർക്കും ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകാൻ വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭയനർക്കും വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടി
ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭൗതികമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശുദ്ധരെ ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ ദുഃഖം സന്തോഷമായി പകർത്തുകയും തൻ്റെ ജീവിതരക്തം നമ്മുടെ ഹൃദയങ്ങളുടെ മേൽ തളിക്കുകയും ചെയ്ത് നമ്മുടെ രക്ഷകനായ മിശിഹ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച അത്ഭുതാഹമായ രക്ഷാപദ്ധതിയെ നിങ്ങൾ ഓർക്കുകയും നൈർമല്യത്തോടും ശ്രദ്ധയോടും കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, സകലത്തെയും പരിപാലിക്കുന്ന പിതാവേ, അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ നിരന്തരം സ്തുതിയർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവവും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ അസ്തിത്വത്തിലേക്ക് ആനയിക്കുകയും എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഇടറി വീഴുകയും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നവീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. അളവറ്റ കരുതലോടെ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ അങ്ങ് വിരമിച്ചില്ല. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരാനുള്ള രാജ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ ഗ്രാഹ്യവും അഗ്രാഹ്യവും രഹസ്യവും പരസ്യവുമായ സകല കൃപാവരങ്ങൾക്കുമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ ശക്തിയുടെ വിസ്മയനീയമായ പ്രവൃത്തികൾ വിവരിക്കുന്നതിനും അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നതിനും ഞങ്ങൾ അശക്തരാകുന്നു. എൻ്റെ കർത്താവേ, സകല സൃഷ്ടികളെയും അധരങ്ങളും നാവുകളും ഒന്നു ചേർന്നാൽ പോലും അങ്ങയുടെ മഹിമ വർണ്ണിക്കാനാവില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാ
വരുന്നോനും വരൂനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന 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 ഓശാന. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. നല്ലവനായ കർത്താവേ, കരുണയുള്ള പിതാവേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും മഹത്വമുള്ളവനും സ്തുത്യർഹനും ഉന്നതനുമാകുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി. പീഡാസഹനത്തിനും മരണത്തിനുമുള്ള സമയം ആസന്നമായപ്പോൾ ലോകത്തിൻ്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ശിഷ്യന്മാരോടൊത്ത് മൂശയുടെ നിയമപ്രകാരം പെസഹ ആചരിച്ച വേളയിൽ ഈശോ തൻ്റെ പുതിയ പെസഹ സ്ഥാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നതുവരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ പെസഹ അനുഷ്ഠിക്കുന്നു. പെസഹ ഭക്ഷണ സമയത്ത് ഈശോ കറയില്ലാത്തതും നിർമ്മലവുമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയിൽ വീഞ്ഞും വെള്ളവും കലർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി പാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ പ്രത്യാഗമനം വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. എന്തുകൊണ്ടെന്നാൽ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ആഗമനം വരെ എൻ്റെ മരണമാണ് നിങ്ങൾ അനുസ്മരിക്കുന്നത്. ആകയാൽ എൻ്റെ കർത്താവേ, സത്യവിശ്വാസത്തോടെ ഇവയെ സമീപിച്ച് കൈക്കൊള്ളുന്നവർക്ക് ഇവ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും സ്വർഗരാജ്യത്തിൽ നവജീവനും കാരണമാകട്ടെ. ആരാധ്യനായ പിതാവേ, അങ്ങേക്കും സ്തുത്യർഹനായ പുത്രനും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായ്ക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബുദ്ധിയുടെ ദീപ്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടും മനുഷ്യരുടെ നിർമ്മലമായ ചിന്തകൾ കൊണ്ടും നമ്മുടെ ശാന്തതയും എളിമയും അനുസരണവും നിങ്ങൾ ദർശിക്കുവിൻ. സ്ലീവാലത്തിന്റെ കഠിനമായ ഇവിടെ അനുഭവത്തിനായി ആനയിക്കപ്പെടുന്ന ഏകജാതിനെ നിങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജനത്തിനും എളിയവനും ബലഹീനനുമായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണം. ഞങ്ങളുടെ കർത്താവായതുകൊണ്ട് കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോട് എളിയവനായതിനോടും വർത്തിക്കണം. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്ന രീതി ശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും പിതാവുമായ ദൈവമേ, ഞങ്ങൾക്കായി നൽകപ്പെട്ട ഈ രക്ഷയെയും ഞങ്ങൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യപ്പെട്ട എല്ലാറ്റിനെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. എല്ലാറ്റിനുപരിയായി സത്യപിതാവായ ദൈവമേ, അങ്ങിൽ നിന്നുള്ളവനും അങ്ങയോട് സമനായവനും അങ്ങയോട് ഐക്യപ്പെട്ടവനും
അനാദിയുമായ അങ്ങയുടെ ഏകജാതന്റെ ജനനവും ഞങ്ങൾക്കായുള്ള രക്ഷാപദ്ധതിയും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അവൻ്റെ ശ്ലീവായും പീഡാനുഭവവും മരണവും സംസ്കാരവും മൂന്നാം നാളിലെ ഉത്ഥാനവും സ്വർഗാരോഹണവും പിതാവിൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനവും മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകി വിധിക്കാനായുള്ള രണ്ടാമത്തെ ആഗമനവും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. പിതാവേ, അങ്ങിൽ നിന്ന് പുറപ്പെടുകയും അങ്ങയോടും അങ്ങയുടെ ഏകജാതനോടും കൂടെ ഒരുപോലെ എല്ലാവരാലും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങയുടെ ദൈവത്വത്തിൻ്റെ മഹനീയ സത്തയിൽ നിന്നുള്ള സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാരൂപിയെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഭൂമിയുടെ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും കാതോലികവുമായ സഭ എല്ലാവിധ ഇടർച്ചകളിൽ നിന്നും വീഴ്ചയും ഉപദ്രവവും കൂടാതെ സംരക്ഷിക്കപ്പെടാനായി സജീവവും പരിശുദ്ധവും സ്വീകാര്യവും സംപൂജ്യവും ഭയഭക്തിജനകവും മഹോന്നതവും കളങ്കരഹിതവുമായ ഈ ബലി സർവസൃഷ്ടികൾക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ യൗസേ മെത്രാനും വേണ്ടിയും സത്യവിശ്വാസത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഞങ്ങളുടെ പിതാക്കന്മാരായ മെത്രാന്മാർക്കും നീതിയോടും സത്യത്തിൻ്റെ നൈർമല്യത്തോടും കൂടെ നിന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാർക്കും നിർമ്മല മനസ്സാക്ഷിയോടെ വിശ്വാസരഹസ്യം മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ ശംശാനമാർക്കും സമർപ്പിതർക്കും അൽമായ പ്രേക്ഷിതർക്കും അങ്ങയുടെ ജനത്തിനും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തിനും അറിഞ്ഞും അറിയാതെയും തിരുസന്നിധിയിൽ പാപം ചെയ്തു പോയ എല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ ഈ കുർബാനയർപ്പിക്കാൻ അങ്ങയുടെ കൃപയാൽ യോഗ്യനായി തീർന്ന ബലഹീനനായി ദാസനും നീതിയുടെ പ്രവർത്തികളാൽ അങ്ങയുടെ പരിശുദ്ധ സഭയെ സവിശേഷമായി പരിപാലിക്കുന്നവർക്കും ദരിദ്രർക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികൾക്കും ഈ ലോകത്തിലെ നേതാക്കൾക്കും അധികാരികൾക്കും രാജ്യങ്ങളുടെ സുസ്ഥിതിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോടുള്ള ഭയഭക്തി അവരിൽ സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ സത്യം അവരിൽ നട്ടുവളർത്തണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കുകയും യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കുകയും ചെയ്യണമേ. അതുവഴി ഞങ്ങൾ വിനയത്തോടും ദൈവഭയത്തോടും കൂടെ സമാധാനപരവും ശാന്തവുമായ ജീവിതം നയിക്കാനിടയാകട്ടെ. അങ്ങയുടെ കൃപയാൽ ഭൂമിയിൽ ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമാക്കുകയും നല്ല കാലാവസ്ഥ സംജാതമാക്കുകയും വത്സരങ്ങൾ അനുഗ്രഹീതമാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ദയയാൽ എല്ലാ ദേശങ്ങളോടും ദേശവാസികളോടും കരുണ കാണിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും പീഡനങ്ങളിലും വിഷമങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരും ബന്ധനങ്ങളിലും കാരാഗ്രഹങ്ങളിലും കഷ്ടത അനുഭവിക്കുന്നവരും നിരന്തരമായ മർദ്ദനങ്ങളിലും അടിമത്വത്തിലും കഴിയുന്നവരുമായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗികളും കഠിന വേദന മൂലം പരീക്ഷിക്കപ്പെടുകയും അത്യധികം വ്യാകുലപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. എല്ലാ മനുഷ്യരും ജീവിക്കുകയും സത്യത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് തിരിയുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്കും ഞങ്ങൾക്കെതിരായി തിന്മ ചെയ്യുന്നവർക്കും ഞങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കും വേണ്ടി അങ്ങയുടെ കരുണ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അവരുടെ ശിക്ഷയ്ക്കോ അവരോടുള്ള പ്രതികാരത്തിനോ വേണ്ടിയല്ല പ്രത്യുത അങ്ങയുടെ കാരുണ്യത്താൽ അവരുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, മർത്യരായ ഞങ്ങൾ അങ്ങയുടെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു പോയി. എല്ലാറ്റിനെയും ഭരിക്കുന്ന നല്ലവനായ അങ്ങയുടെ കരുണയാൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹിനീയമായ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാപ്പേമാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും
കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ പ്രണമിച്ചാരാധിക്കുന്നു. ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഈ ലോകത്തിൽ ഞങ്ങളെ യോഗ്യരാക്കിയതുപോലെ വരാനിരിക്കുന്ന ലോകത്തിൽ കടന്നു പോകാത്തതും അഴിയാത്തതുമായ സകല സൗഭാഗ്യങ്ങളിലും പ്രസന്നവദനരായി പങ്കുകാരാകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇവിടെ ഞങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി അനുഭവിക്കുന്നവയ്ക്ക് അങ്ങ് അന്ത്യം വരുത്തുമ്പോൾ അവിടെ തെളിവായി സ്വർഗത്തിലുള്ള അതിവിശുദ്ധ സ്ഥലം പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകയാൽ ഞങ്ങളുടെ കർത്താവേ, എളിയവരും നിസ്സാരരും ബലഹീനരുമായ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നവരായിരുന്നെങ്കിലും അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ തിരുമുമ്പിൽ നിൽക്കുന്നതിനും ഭീതിജനകവും മഹത്വപൂർണവുമായി ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നതിനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. സകല സൃഷ്ടികളെയും നവീകരിക്കുന്ന ആരാധ്യമായ അങ്ങയുടെ ദൈവത്വത്തോട് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ഈ സമയം എത്രയോ ഭക്തിജനകവും ആശ്ചര്യജനകവുമാകുന്നു. ഇതാ പുരോഹിതൻ റൂഹായെ വിളിക്കുകയും റൂഹ ഒന്നിൽ നിന്നിറങ്ങുകയും തിരുവശം നിറവേറ്റുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷണാംശയുടെ ശരീരത്വമാകുന്ന ഈ സ്വർഗീയ കുർബാന അത് സ്വീകരിക്കുന്നവരുടെ കടങ്ങളെ പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനുമായി പൗത്രീകരിക്കപ്പെടുന്നു. നിങ്ങൾ ശാന്തരായി ഭക്തിയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, പരിശുദ്ധാരൂപിയുടെ കൃപ എഴുന്നള്ളി വരികയും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാനയിൽ ആവസിക്കുകയും കുടികൊള്ളുകയും ഈ അപ്പത്തെയും കാസായെയും വാഴ്ത്തി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാക്കി പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ആരാധ്യവും പരിശുദ്ധവുമായ രഹസ്യങ്ങൾ അവ സ്വീകരിക്കുന്നവർക്കെല്ലാം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിനും ബുദ്ധിയുടെ പ്രകാശനത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും നിത്യജീവനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയ്ക്കും കാരണമാകട്ടെ. ഏകപ്രത്യാശയിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഏക ശരീരവും ഏകയാത്മാവുമായി തീരാൻ തക്കവിധം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബന്ധത്താൽ ഞങ്ങളെ അന്യോന്യം യോജിപ്പിക്കണമേ. ആരും തൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശിക്ഷാവിധിക്കായി ഇത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടാൻ യോഗ്യരായി തീരട്ടെ. കർത്താവേ, അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും മഹത്വവും ബഹുമാനവും ആധിപത്യവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമളസ്യങ്ങളുടെ സുന്ദരങ്ങളുടെ നാഥ, ശ്രേഷ്ഠ പുരോഹിതൻ അഹ്റോൻ വാഗ്ദാന പേടകത്തിൻ്റെ താൽക്കാലിക അർപ്പിച്ചതും പോലെ ഞങ്ങളുടെ പ്രാർത്ഥന ധൂപം അങ്ങേ പ്രസാദിയുടെ പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുവാമേ. കർത്താവായ ദൈവമേ, പാപമാൽ കഴിയ സ്നേഹത്തിന് ദീപരിമള തലനെ പൂരിതനാക്കണ വഴിതെറ്റിപ്പാളെ അന്വേഷിച്ച് കണ്ടെത്തലിടെ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. താഴെ മകനെയും വിശ്വമാവിലെടുത്ത് ശുശ്രൂഷയെ വിശുദ്ധ പരിമളത്താൽ പൂരിതനാക്കണമേ. താഴെ കാരുണ്യം വൃത്തിയാവശ്യം കാത്തിരി ജനത്തെ വിശുദ്ധ പരിമളത്താൽ പൂരിതരാക്കണമേ. താവായ ദൈവം വിശുവാട് തിരുക്കലരുടെ സാദൃശ്യോടത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാവോജമാദൃശ്വരീ രക്തങ്ങളെയും പരിമളഭൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ.
സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ നിന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. മിശിഹ നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കുകയും നിങ്ങളുടെ വചനം പ്രകാശമാനമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളുടെ ജീവനെ പരിരക്ഷിക്കുകയും നിങ്ങളുടെ യുവത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവിശ്വമിശിഹായ നിനക്ക് സ്തുതി, സുദൃഢവും പരിശുദ്ധവും ജീവിതായ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവം സ്മരിക്കുകയും ഉദ്ധാനത്തെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമൃത്യവും ദൈഷ്ണികവുമായ ആത്മാവും സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് തൻ്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്നകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിൻ്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തൻ്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ചു കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവൻ്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ദ്വേഷം നീക്കാം, ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഭക്തിയോടങ്ങേ കൈക്കൊണ്ടിടാം, റൂഹായാൽ നിർമ്മലരായി തീരാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമീ രഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ.
ഞങ്ങൾക്കിവ നീ ഉത്ഥാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വദനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പാപം പോക്കും പാവനഗാത്രം കൈക്കൊണ്ടിടാൻ നീട്ടിയ കൈകൾ കർത്താവേ നിൻ കാരുണ്യത്താൽ ബലവത്താകാൻ കനിവാകേണം. ബലിവേദികയിൽ സ്തുതിഗീതങ്ങൾ പാടിയ നാവുകൾ സ്വർലോകത്തിൽ നിത്യവും അങ്ങേ സ്തുതി പാടിടാൻ യോഗ്യത സദയം നൽകിയിടേണം. നിൻ സ്തുതിഗീതം കേട്ടവയാകും കർണപുടങ്ങൾ ശിക്ഷാവിധിതൻ ശബ്ദം കേൾക്കാതവയെ നിതരാം കർത്താവേ നീ കാത്തിടണമേ. ഉന്നതമാം നിൻ അലിവും കൃപയും ദർശിച്ചവയാം കണ്ണുകൾ നിയതം
മഹനീയം നിൻ ആഗമനത്തിൽ ദിവ്യപ്രഭയും ദർശിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താൻ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകൻ ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ മിശിഹായെ ഞങ്ങൾക്ക് നൽകി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാവമോചകമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങയുടെ അവർണ്ണീയ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇരുവിധാനത്താൽ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തുകയും സ്വർഗത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ദൈവപിതാവു തൻ സൂനുവാൽ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗ ജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹര നാക്കത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നീതാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നും ഓർത്തിടാ. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തിയിൽ
ശിക്ഷാവിധി കാണാതാദീനം ഉത്ഥാനമേകും ജ്ഞാനാമർത്യ നിത്യത പോകുവാൻ എന്നുമേ. ദിവ്യമാമി ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവികദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണപ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവ വിപത്തുമകന്നീനി സംരക്ഷപുൽകുമാർ ആകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.